ആതുര സേവനത്തിനായിട്ടണിഞ്ഞ കുപ്പായത്തിലല്ലേ നീ ചോര തേച്ച് നിന്റെ കാമദാഹം തീർത്തത്. ഇന്ന് നീ ഞങ്ങൾക്ക് ജീവനില്ലാതെ വലിച്ചെറിഞ്ഞു തന്നത് ഞങ്ങളുടെ മകളെയാണ്. കോടതി നീട്ടിത്തരുന്ന സുഖചികിത്സയും 3 നേരത്തെ മൃഷ്ടാന ഭോജനവുമാണ് നിന്റെ ലക്ഷ്യമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അതിന് നിന്നെ വിട്ടുകൊടുക്കാനെന്തോ മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല. ഏത് കണ്ണുകൊണ്ട് നീ അവളെ ആദ്യമായി കണ്ടോ, അതിലൊന്ന് ചൂഴ്ന്നെടുത്ത വേദന സഹിച്ചുകൊണ്ട് തന്നെ നീ അവൾക്ക് പാദപൂജ ചെയ്യും. ഏത് കൈകൊണ്ടാണോ നീ അവളുടെ ശരീരത്തെ ബന്ധിച്ചത്, അതിൽ നിന്റെ അസ്ഥി കാണുന്നത് വരെ ആ മുറിവിന്റെ ആഴം കൂട്ടിക്കൊണ്ടേയിരിക്കും. നിന്റെ കാമദാഹം ജ്വലിച്ച അരക്കെട്ട് താങ്ങുന്ന നട്ടലെ പിഴുതെടുത്തുകൊണ്ടാണ് അവളുടെ ചിതയ്ക്ക് ചുറ്റും ഞങ്ങൾ വേലിയൊരുക്കുന്നത്. കാമമാവാഹിച്ച നിന്റെ ഞരമ്പുകൾ വേർപെടുത്താൻ അവളുടെ വിരലുകൾ പതിഞ്ഞ കത്തി തന്നെ നിന്നെ തേടിയെത്തും. വേദന നൽകിക്കൊണ്ട് അവളിൽ നിന്ന് നീ ഒഴുക്കിയ ഓരോ തുള്ളി ചോരയ്ക്കും കണക്ക് പറയാൻ കീറി മുറിച്ച നിന്റെ ശരീരത്തിലെ ഓരോ അവയവത്തിലും അല്പപ്രാണം ഞങ്ങൾ നിലനിർത്തും. അവളുടെ ചിത ഇരിഞ്ഞു തീരുന്നത് വരെ. അതിന് പൂണ്ട ചെന്നായ്ക്കൾ നിന്റെ ശരീരം കടിച്ചു കുടയുമ്പോൾ നിന്റെ നഖം മുതൽ മുടി വരെ മരണത്തിനു വേണ്ടി കേഴണം. വേദന എന്ന വാക്കിന്റെ അവസാന അക്ഷരത്തിലുള്ള ഭീകരത പോലും നിന്നെ പറഞ്ഞു പഠിപ്പിച്ചു തന്നിട്ടേ കാലപുരിയിലേക്കുള്ള നിന്റെ യാത്ര പൂർണ്ണമാക്കുകയുള്ളൂ. കാരണം തെറ്റുതിരുത്തുവാനുള്ള അവസരങ്ങൾ നിനക്ക് മുന്നേ ഉള്ളവർക്ക് തന്നതാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശാപം. ഇനി ജനങ്ങളുടെ കോടതി, മനസാക്ഷിയുടെ കോടതി. മരണം സുനിശ്ചിതം. പ്രിയപ്പെട്ട അനുജത്തിക്ക് നിന്നെ കാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. മാപ്പ്. എന്നാൽ ഇനി നിനക്ക് ശേഷം മറ്റൊരു പേരുണ്ടാവരുത് എന്നത് ഞങ്ങളുടെ കടമയാണ്. ജസ്റ്റിസ് ഷുഡ് ബി സെർവ്ഡ്.